നമ്പർ 1. ഇന്ന് ഇത് എടുത്തിരിക്കണം. ഇല്ലെങ്കിൽ എന്ത് മനസ്സിലായി? ഇത് പണിയാണ്. ഇതുകൂട്ടൊരു പ്രതിസന്ധി വന്നാൽ, ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ക്യാഷ്. അത് കഴിഞ്ഞ റിസഷൻ ബാധിക്കുന്നത് ഇവരെയാണ്. ഇവിടെ എത്തുമ്പോഴത്തേന് റിസഷനൊക്കെ കഴിയും. നെക്സ്റ്റ് 90 days 30% റവന്യൂ ഡിപ്പ് ഉണ്ടായാൽ എന്ത് സംഭവിക്കും? രണ്ടാമത്തതാണ് 2026 എന്ന് പറയുന്നത് ഒരു നല്ല പ്രതിസന്ധിയുടെ ഘട്ടമായിരിക്കും. നമ്മളിപ്പോൾ കണ്ടു ഫെബ്രുവരി 28 തുടങ്ങിയ ആ ഒരു പ്രതിസന്ധി. ഈ ഒരു മാസം, മാർച്ച് മാസം, ആ നോമ്പ് കാലം നമ്മൾ കണ്ടു. എന്തായാലും ഇതിപ്പം ഈ പറഞ്ഞ 5 ദിവസം കൊണ്ട് തീർന്നാലും, അതല്ല ഇനി നീണ്ടുപോയാലും, ഇനി ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ തന്നെയും ഇപ്പം ഉണ്ടായ ഈ ഒരു ഇമ്പാക്റ്റ് അത് നമ്മളുടെ ഈ ഒരു വർഷം ത്രൂ ഔട്ട് ദ ഇയർ 2026 നിലനിൽക്കാനുള്ള സാധ്യതയാണ്. ഇന്നലെ ഞങ്ങൾ കിങ് മേക്കേഴ്സ് എല്ലാവരും കൂടി ഇരുന്നിരുന്നു. അപ്പോൾ അവിടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ എടുത്തപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, 2026 എന്ന് പറയുന്നത് ഒരു നല്ല പ്രതിസന്ധിയുടെ ഘട്ടമായിരിക്കും, ഒരു വർഷമായിരിക്കും. കാരണം ഇപ്പൊ ഈ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റേബിളായി വരാൻ അറ്റ്ലീസ്റ്റ് 6 months ടൈം എടുക്കും എന്നുള്ളതാണ് സത്യം. സോ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു മാസമാണ് നമ്മളെ സംബന്ധിച്ച് 2026 ഏപ്രിൽ എന്ന് പറയുന്നത്. നിങ്ങൾ ഏത് സെഗ്മെന്റിൽ നിൽക്കുന്നവരായിക്കോട്ടെ, നിങ്ങൾ അടുത്ത ഒരു മാസം, കാരണം നമ്മൾ ഫെബ്രുവരിയിൽ ഈ പ്രശ്നം ഉണ്ടാകുന്നു, 28 ലാസ്റ്റ് ഡേ ആണ് പ്രശ്നം ഉണ്ടാകുന്നത്. അത് വലിയ പ്രശ്നങ്ങളൊന്നും കൂടാതെ തന്നെ മാർച്ചിൽ എല്ലാവർക്കും അവരുടെ ശമ്പളം കിട്ടുകയും എല്ലാ ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ ഓക്കെ ആയി വരികയും ചെയ്തു. പക്ഷേ എല്ലാ ബിസിനസ്സുകൾക്കും ഗവൺമെന്റിനും എല്ലാം പണി കിട്ടിയിരിക്കുന്ന മാർച്ചിലാണ്. ഇതിന്റെ ഇമ്പാക്റ്റ് ബിസിനസ്സുകളിൽ ഉണ്ടാകാൻ പോകുന്നത് ഏപ്രിൽ മാസത്തിലാണ്. സോ ഈ മാർച്ച്, ഇനിയുള്ള 5 ദിവസം നമുക്ക് പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള ടൈമാണ്. കാരണം ഏപ്രിൽ കൃത്യമായ രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കണം, വളരെ മികച്ച രീതിയിൽ പ്ലാൻ ചെയ്തിരിക്കണം. അതിന് ഇന്നലെ നമ്മൾ പഠിച്ചു തുടങ്ങി ബൗൺസ് ബാക്ക് സീരീസിൽ ആദ്യം വേണ്ട പ്രിൻസിപ്പിൾ, ചെക്ക് ദ റിയാലിറ്റി. അതിന് ഈ റിയാലിറ്റി എല്ലാം കൂടെ നമുക്ക് ഒന്നിച്ച് കൂട്ടിക്കെട്ടുന്ന ഒരു 7 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ദ റിയാലിറ്റി സ്റ്റാക്ക് എന്നാണ് അത് അറിയപ്പെടുന്നത്. 7 ക്വസ്റ്റ്യൻസ്. എല്ലാ ഓണർമാരും, ഒരു ബിസിനസ് ഓണറാണ് നിങ്ങളെങ്കിൽ ഈ 7 ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 1. What is my exact cash position today? What is my exact cash position today? എന്താണ് നിങ്ങളുടെ എക്സാക്ട് ക്യാഷ് പൊസിഷൻ? അപ്രോക്സിമേറ്റ് അല്ല, എക്സാക്ട്. എക്സാക്ട്ലി എത്ര ക്യാഷ് യൂസബിൾ ആയിട്ട് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ക്യാഷ് അസറ്റ് അല്ല, എവിടെങ്കിലും മേടിച്ചിരിക്കുന്ന വസ്തു അല്ല, എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന കാര്യങ്ങളല്ല. എക്സാക്ട് യൂസബിൾ ക്യാഷ് എത്രയുണ്ട് നിങ്ങളുടെ കയ്യിൽ? കൃത്യമായ കണക്ക് വേണം. ഏതൊക്കെ അക്കൗണ്ടിൽ എത്ര, എവിടൊക്കെ എത്ര എന്നുള്ള കൃത്യമായ കണക്ക് നിങ്ങളുടെ കയ്യിൽ വേണം. നമ്പർ 1. ഇന്ന് ഇത് എടുത്തിരിക്കണം, ക്യാഷ്. രണ്ടാമത്തതാണ് ഏപ്രിൽ മാസത്തേക്കുള്ള കൃത്യമായ ഒരു ചോദ്യമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2. വാട്ട് ആർ മൈ ഫിക്സഡ് കമ്മിറ്റ്മെന്റ്? ഫിക്സഡ് കമ്മിറ്റ്മെന്റ്സ് ഫോർ നെക്സ്റ്റ് 30 days. അടുത്തൊരു മാസത്തേക്കുള്ള ഫിക്സഡ് കമ്മിറ്റ്മെന്റ്സ് എന്തൊക്കെയാണ്? അതിൽ സാലറി വരും, റെന്റ് വരും, EMI ഉണ്ടെങ്കിൽ അത് വരും, സോഫ്റ്റ്വെയറുകളുടെ റിന്യൂവൽ ഉണ്ടെങ്കിൽ അത് വരും, ടാക്സ് വരും, യൂട്ടിലിറ്റീസ് വരും. എല്ലാ ഫിക്സഡ് കമ്മിറ്റ്മെന്റ്സും ചേർന്നാൽ അടുത്ത 30 ദിവസം വാട്ട് ആർ മൈ ഫിക്സഡ് കമ്മിറ്റ്മെന്റ്സ് ഫോർ ദ നെക്സ്റ്റ് 30 days? അടുത്ത 30 ദിവസത്തേക്കുള്ള ക്വസ്റ്റ്യൻ നമ്പർ 3. What cash is actually expected to come
what cash is actually expected to come in and when. Cash in അടുത്ത 30 ദിവസത്തിൽ എത്രയാണ് വരാനുള്ളത് എന്ന് വരും, ഡേറ്റ് ഉൾപ്പെടെ. ഇൻവോയ്സ് അല്ല, കളക്ഷൻസ്. എക്സ്പെക്റ്റഡ് ക്യാഷ് ഇൻ ഫോർ നെക്സ്റ്റ് 30 days. ക്വസ്റ്റ്യൻ നമ്പർ 3. അപ്പൊ 1 ഇന്നത്തെ എക്സാക്ട് ക്യാഷ് പൊസിഷൻ, 2 അടുത്ത മാസത്തെ നമ്മുടെ ഫിക്സഡ് എക്സ്പെൻസ്, 3 അടുത്ത ഒരു മാസത്തെ എക്സ്പെക്റ്റഡ് ക്യാഷ്. അടുത്ത ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഏപ്രിൽ, ഓക്കെ, ഏപ്രിലും ഇപ്പം മാർച്ചിൽ എന്തായാലും നമുക്ക് 30% ഡിപ്പ് ഉണ്ടായി. ഏപ്രിലും മെയിലും ഇതുപോലെ തന്നെ 30% വീതം നെക്സ്റ്റ് 90 ഡേയ്സിൽ ഡിപ്പ് ഉണ്ടായാൽ എന്തൊക്കെ കാര്യങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ട്? ക്വസ്റ്റ്യൻ നമ്പർ 4 എഴുതിക്കോ. വാട്ട് ഹാപ്പൻസ് if revenue drops 30% for next 90 days? What happens if revenue drop 30%? 30% revenue നിൽക്കുകയാണ് ഫോർ നെക്സ്റ്റ് 90 days, അടുത്ത 90 ദിവസങ്ങളിൽ. ആ ചോദ്യത്തിന്റെ ഉത്തരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും നമ്മുടെ കയ്യിൽ എത്രത്തോളം ഡ്യൂറബിൾ വെൽത്ത് ഉണ്ട് എന്നുള്ളത്. നീണ്ടു നിൽക്കുന്ന, നമ്മൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മളെ എത്ര കാലം പ്രൊട്ടക്ട് ചെയ്യാനുള്ള വെൽത്ത് നമ്മുടെ കയ്യിൽ ഉണ്ടാകും എന്നുള്ളത്. നെക്സ്റ്റ് 90 days 30% റവന്യൂ ഡിപ്പ് ഉണ്ടായാൽ എന്ത് സംഭവിക്കും? ക്വസ്റ്റ്യൻ നമ്പർ 5. ഈ പ്രതിസന്ധി വരുന്ന സമയത്ത് നമുക്ക് മറ്റൊരു കാര്യം നമുക്ക് മാർക്കറ്റിൽ നിന്ന് മനസ്സിലാവും. വിച്ച് ക്ലയൻസ് ആർ ട്രൂലി പ്രോഫിറ്റബിൾ ആൻഡ് റിലയബിൾ? ആരെയാണ് നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്നത്? ആരാണ് ലാഭമുള്ള കസ്റ്റമർ? വിച്ച് ക്ലയൻസ് ആർ ട്രൂലി പ്രോഫിറ്റബിൾ ആൻഡ് റിലയബിൾ? നമ്മുടെ ടോപ്പ് 20% കസ്റ്റമേഴ്സ്, അവരുടെ ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കണം. കാരണം ഓൾ റവന്യൂ ഈസ് നോട്ട് ഈക്വൽ. എല്ലാ വരുമാനവും ഒരുപോലെ അല്ല. അതുകൊണ്ട് തന്നെ ഓരോ റവന്യൂവിനും ഓരോ ക്വാളിറ്റി ഉണ്ട്. ക്വാളിറ്റി ഓഫ് യുവർ റവന്യൂ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്കൊരു ക്ലയന്റിന്റെ കയ്യിൽ നിന്ന് പൈസ കിട്ടുന്നു, അത് നമ്മൾ പുറേന്ന് നടന്ന് അലച്ചലച്ച് അവൻ നുള്ളിപ്പെറുക്കി പലപ്പോഴായിട്ട് നമുക്ക് കാശ് തന്നു, അതൊരു കസ്റ്റമർ. മറ്റൊരാൾ അപ്ഫ്രണ്ട് പേയ്മെന്റ് തന്നു. ഈ 2 റവന്യൂവും ഒന്നല്ല. നോക്കുമ്പോൾ 2 റവന്യൂ ആണ്, ബട്ട് ക്വാളിറ്റി ഓഫ് റവന്യൂ ഇസ് ഡിഫറെന്റ്. അങ്ങനെ നമ്മൾക്ക് പറ്റുന്ന, നമുക്ക് വേണ്ട ഡ്രീം കസ്റ്റമേഴ്സ്, അവരുടെ ഒരു ലിസ്റ്റ് നമ്മുടെ കയ്യിൽ വേണം. അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് ആരൊക്കെയാണ് നമ്മളുടെ കൂടെ ഉള്ളത്? അത് പ്രോഫിറ്റബിൾ മാത്രമല്ല, റിലയബിൾ, ആശ്രയിക്കാൻ പറ്റുന്ന, വിശ്വസിക്കാൻ പറ്റുന്ന ആരൊക്കെയുണ്ട് ആ കൂട്ടത്തിൽ? കാരണം ഇനി ഈ ക്രൈസിസ് കഴിഞ്ഞ് നമ്മൾ ബൗൺസ് ബാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അവരിലേക്കും അവരെ പോലെ ഇനി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ആളുകളിലേക്കും ആയിരിക്കണം. ഇല്ലെങ്കിൽ എന്ത് മനസ്സിലായി? ഇത് പണിയാണ്. ഇതുകൂട്ടൊരു പ്രതിസന്ധി വന്നാൽ, ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, പ്രീമിയം സെല്ലിംഗ്. അപ്പൊ നമ്മൾ പഠിച്ചായിരുന്നു, ഇതാ പ്രീമിയം, ഇത് അൾട്രാ പ്രീമിയം, ഇത് മിഡിൽ ക്ലാസ്, ഇത് ബോട്ടം. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇഫ് യു ആർ ഡൂയിങ് ബിസിനസ് വിത്ത്
ബോട്ടം ക്ലാസ്. ഒരു റിസഷൻ ഉണ്ടായാൽ, ഒരു ബോംബ് വീണാൽ ഏറ്റവും ആദ്യം ബാധിക്കുന്നത് ഇവനെ ആയിരിക്കും. അതുവഴി ഇവനുമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആരുണ്ടോ അവരെ ആയിരിക്കും ഏറ്റവും ആദ്യം റിസഷൻ ബാധിക്കുന്നത്. അത് കഴിഞ്ഞ് റിസഷൻ ബാധിക്കുന്നത് ഇവരെയാണ്. ആരൊക്കെ ഇവരുമായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ടോ അവരെയാണ് രണ്ടാമത് ബാധിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് റിസഷൻ ബാധിക്കുന്നത് ഇവരെയാണ്. ഇവിടെ എത്തുമ്പോഴത്തേന് റിസഷനൊക്കെ കഴിയും. സോ ഡോണ്ട് ഡു ബിസിനസ് വിത്ത് പുവർ പീപ്പിൾ, പ്ലീസ്. ഡോണ്ട് ഡു ബിസിനസ് വിത്ത് പുവർ പീപ്പിൾ. കാരണം ഇവിടെ നിന്നുള്ള കളക്ഷൻസ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇവിടുന്ന് പേയ്മെന്റ് കിട്ടത്തില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം തരാനില്ല അവന്റെ കയ്യിൽ. സോ നിങ്ങൾ ഈ ലോ മാർജിനിൽ കളിക്കുകയാണെങ്കിൽ ഒരു നൂൽപ്പാലത്തെ കൂടെ പോവുകയാണ്. ഒരു ഡ്രോൺ വീണാൽ, ഒരു മിസൈൽ വീണാൽ തീരാവുന്നതേ ഉള്ളൂ എന്നിപ്പം മനസ്സിലായില്ലേ? കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഇത് തന്നെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പറഞ്ഞേ എവിടെ അങ്ങനെ ബോംബൊന്നും വീഴത്തില്ല. ഏത് വഴിക്ക് എപ്പോഴാ വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടാണ് ഇപ്പൊ കാലകത്തി വെച്ച് നടക്കാൻ പറ്റത്തില്ല. ആ സമയം കൊണ്ട് അതിന്റെ ഇടയിൽ കൂടെ പോകും എന്ന് പറയുന്ന പോലെ ഇനി എപ്പോഴും നമ്മൾ എന്തായിരിക്കണം? വളരെ കോഷ്യസ് ആയിരിക്കണം. സോ ഇനിയെങ്കിലും ആരാണ് നിങ്ങളുടെ പ്രോഫിറ്റബിൾ ആൻഡ് റിലയബിൾ കസ്റ്റമർ എന്നത് തിരിച്ചറിയണം. ആൻഡ് ഡു ബിസിനസ് വിത്ത് ദം. ഡു ബിസിനസ് ഫോർ ദം. അവർക്ക് വേണ്ടി ബിസിനസ് ചെയ്യുക, അവരുമായിട്ട് ബിസിനസ് ചെയ്യുക. കാരണം അവരാണ് പ്രോഫിറ്റബിൾ ആൻഡ് റിലയബിൾ. എല്ലാ കാശുകാരും അങ്ങനെയാണെന്നല്ല, പക്ഷെ ഒരു റിസഷൻ ഉണ്ടാവുമ്പോൾ ഏറ്റവും ആദ്യം അഫക്റ്റ് ചെയ്യുന്നത് അവരെയാണ്. ഇവിടെ ഇപ്പം എനിക്ക് തോന്നുന്നില്ല സിറ്റി സെന്ററിലോ കാരിഫോറിലോ ഒന്നും കച്ചവടം കുറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇവിടുത്തെ ഈ ഏറ്റവും ചീപ്പായിട്ടുള്ള മാർക്കറ്റിൽ അവിടെ തീർച്ചയായിട്ടും അവിടെ പ്രശ്നങ്ങളാണ്. കാരണം ഇപ്പോഴും അൽസഹിയയിലോട്ട് ചെന്ന് കഴിഞ്ഞു ഇവിടുത്തെ ഒരു പ്രീമിയം മാളാണ്. അറബ്സ് ഭയങ്കര എല്ലാവരും വന്ന് ഇരിക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറി ഇപ്പൊ അവിടെ. ഒന്ന് ഔട്ടിംഗ് എന്ന് പറഞ്ഞാൽ അവിടോട്ട് പോവാം. അവിടെ വരുന്നു, അവര് ലക്ഷറി ഐറ്റംസ് മേടിക്കുന്നു. ഞാനത് കൃത്യമായിട്ട് വാച്ച് ചെയ്യുന്നതാ. ആ സമയം ഞങ്ങൾ വേറൊരിടത്ത് കയറിയായിരുന്നു, വേറൊരു സൂപ്പർ മാർക്കറ്റ്. ഒറ്റ മനുഷ്യനില്ലായിരുന്നു അവിടെ, ഒറ്റ ഒരു കസ്റ്റമർ. അത്രയും വലിയ മാളിൽ, സൂപ്പർ മാർക്കറ്റിൽ ഒരൊറ്റ കസ്റ്റമർ ഇല്ലായിരുന്നു. സോ ആരാണ്? അതാണ് ആ ചോദ്യം. ഹു ഈസ് യുവർ പ്രോഫിറ്റബിൾ കസ്റ്റമർ? എല്ലാ റവന്യൂ ഒരുപോലെ അല്ല. സോ ക്വസ്റ്റ്യൻ നമ്പർ 6, 6ാമത്തെ ചോദ്യം. വേർ ഈസ് മൈ ബിസിനസ് ഈസിലി ബ്രേക്കബിൾ? ഇപ്പം നമുക്ക് മനസ്സിലായി നമ്മളുടെ വീക്ക്നെസ് എവിടെയാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലായി. വേർ ഈസ് മൈ ബിസിനസ് ഈസിലി ബ്രേക്കബിൾ? അത് കളക്ഷൻസിലാണോ, ഫൗണ്ടർ ഡിപ്പെൻഡൻസി ആണോ, മാർജിൻ ഇല്ലാത്തതാണോ, വീക്ക് ടീം ആയതുകൊണ്ടാണോ, അതോ റിസർവ് ഇല്ലാത്തത് കൊണ്ടാണോ? ഓരോ ക്രൈസിസിലും നമ്മളുടെ വീക്ക്നെസ് പുറത്തേക്ക് വരും. അതാണ് ക്രൈസിസ് കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം. അതാ നമ്മളുടെ പോരായ്മ, കഴിവില്ലായ്മ പുറത്തേക്ക് തെളിഞ്ഞു വരും. സോ എവിടെയാണ് എൻ്റെ ബിസിനസ് ഈസിലി ബ്രേക്കബിൾ ആയിരിക്കുന്നത്? ഈ റിസർവ് ഫണ്ട് എന്ന് പറയുന്നത് ഇതൊരു ഹാബിറ്റാണ്. ഈ ഹാബിറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇതൊരു എവറി വീക്ക്, എല്ലാ വീക്കിലും, എല്ലാ ആഴ്ചയിലും ഒരു പെർസെൻറ്റേജ്. അത് ചിലർക്ക് 3% മാറ്റാൻ പറ്റും, ചിലർക്ക് 5% ആയിരിക്കും, ചിലർക്ക് 10%. നിങ്ങളുടെ കളക്ഷനിൽ നിന്ന് അത്രയും എമൗണ്ട് ഇതിനു വേണ്ടിയിട്ട് അങ്ങ് മാറ്റിയേക്കണം. ഇത് വേറൊരു അക്കൗണ്ട് ആയിരിക്കണം. ഇത് നമുക്ക് പെട്ടെന്ന് പോയിട്ട് എടുക്കാൻ പറ്റുന്നതാവരുത്, തൊടാൻ പറ്റുന്നതാവരുത്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് എൻ്റെയും മായയുടെയും കൂടെ പേരിലൊരു FD ആണ് ഇട്ടിരിക്കുന്നത്. അത് എൻ്റെയും മായയുടെയും കൂടെ വരാനുള്ള റീസൺ കമ്പനിയുടെ പേരിൽ ഇട്ടിരിക്കുന്ന FD ആണ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ആണല്ലോ ഡയറക്ടേഴ്സ്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും പേപ്പർ FD, ഇത് മറ്റേ കമ്പനിയുടെ FD ആയതുകൊണ്ട് നമ്മുടെ ഓൺലൈൻ സംഭവങ്ങളിൽ പറ്റത്തില്ല. ഇത് നമ്മൾ സൈൻ ചെയ്ത് ഈ പേപ്പർ കൊണ്ടുപോയി ബാങ്കിൽ കൊടുത്ത് അങ്ങനെ വേണം ആ FD പൊട്ടിക്കാനായിട്ട്.
അപ്പം എടുക്കണമെങ്കിൽ ആ പൈസ എടുക്കണം. അപ്പം ഈസിലി എടുക്കാൻ പറ്റുന്നതാവരുത്. ഈ അക്കൗണ്ടിന് പരമാവധി നിങ്ങൾ ഓൺലൈൻ ബാങ്കിങ് ഇല്ലാതാക്കുക, പരമാവധി അതിന് ഡെബിറ്റ് കാർഡ് വേണ്ട എന്ന് പറഞ്ഞേക്കുക, എല്ലാം പേപ്പർ ട്രാൻസാക്ഷൻ മാത്രം മതി എന്ന് പറയുക ആ അക്കൗണ്ടിന്. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 3, 5, 10 എത്രയാണോ ഒരാഴ്ച നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നത്, ഒരു മിനിമം കട്ട് വെക്കുക. അതിന് മുകളിലോട്ട് എത്ര വേണമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഓരോ ആഴ്ചയിലും ഈ റിസർവ് ഫണ്ട് മാറ്റിക്കൊണ്ടിരിക്കുക. ഇനി ഇത് കൂടാതെ നമുക്ക് തന്നെ അറിയാം, നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില ബിഗ് പ്രൊജക്റ്റുകൾ കിട്ടും, അല്ലെ ഒരു വലിയ ഓർഡർ കിട്ടും, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ഇൻകം നമുക്ക് വരുന്നു, അല്ലെ നമ്മൾ പോയി എന്ന് വിചാരിച്ചിരുന്ന ഒരു കളക്ഷൻ ഓക്കെ കിട്ടത്തില്ല എന്ന് നമ്മൾ മനസ്സിൽ കരുതിയിരുന്ന ഒരു പേയ്മെന്റ് വരുന്നു. ഇതിന്റെ നല്ലൊരു പങ്ക് ഒരു 50% അല്ലെ 60%, കാരണം നമ്മളത് പോയി എന്ന് വിചാരിച്ച, അല്ലെങ്കിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പൈസയാണ്. ഈ പൈസക്കകത്തുനിന്ന് ഒരു 50%ഓ 60%ഓ വല്ലതും എടുത്ത് ഇതും ഇതിന്റെ അകത്തേക്ക് അങ്ങ് മാറ്റുക. അപ്പോഴത്തേന് ഇത് പതുക്കെ 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 വലിയ എമൗണ്ട് ആയിട്ട് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോ ഒരു 10 ലക്ഷം രൂപ മന്ത്ലി എക്സ്പെൻസ് ഉള്ള ഒരു കമ്പനി, ഈ കമ്പനിയുടെ കയ്യിൽ 3 മാസത്തേക്കുള്ള റിസർവ് ഫണ്ട് ഉണ്ട്. ഈ റിസർവ് ഫണ്ട് പ്രകാരം അപ്പൊ 30 ലക്ഷം രൂപ അവരുടെ കയ്യിലുണ്ട്. ഓക്കെ, ഒരു കിങ് മേക്കറുകാരുടെ 30 ലക്ഷം രൂപ റിസർവ് ഫണ്ട് ഉണ്ട് എന്നിരിക്കട്ടെ. അപ്പോ ഇപ്പൊ നമ്മൾ ചെയ്ത കാര്യം ഇതാണ്. ഇന്നലെ നമ്മൾ ഈ 10 ലക്ഷത്തിന്റെ എക്സ്പെൻസിനെ എങ്ങനെ 50% ഈ ക്രൈസിസ് സമയത്ത് കട്ട് ചെയ്യാം എന്ന് തീരുമാനിച്ചു. അതിൽ മേജർ എക്സ്പെൻസ് വരുന്നത് തന്നെ സാലറി എക്സ്പെൻസാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ സ്റ്റാഫിനെ 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്തു. എ, ബി ആൻഡ് സി. 3 ടയർ ആക്കി. എ, ബി ആൻഡ് സി. എ പ്ലേയേഴ്സ് ടയർ 1, ഇവർ നല്ല പെർഫോമേഴ്സ് ആണ്, നമ്മുടെ കൂടെ ഉള്ള ടീം. ഇവർക്ക് വലിയ സാലറി കട്ടോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. പകരം നമ്മളൊരു 60-70% ബേസ് സാലറി കൊടുക്കുന്നു. ബാക്കി എന്ന് പറയുന്നത് അവർക്ക് പെർഫോമൻസ് അഗൻസ്റ്റ് ആക്കി മാറ്റുന്നു ക്രൈസിസ് സമയത്ത്. അതായത് 10,000 ദറംസ് ആണ്, അല്ലെങ്കിൽ 1 ലക്ഷം രൂപയാണ് അവരുടെ ശമ്പളമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? 60,000 70,000ത്തിലേക്ക് ബേസ് സാലറി നമ്മൾ ഈ ക്രൈസിസ് പീരീഡിൽ കട്ട് ചെയ്യുന്നു. ബാക്കി 30% എഗൻസ്റ്റ് കളക്ഷനോ എഗൻസ്റ്റ് സെയിലോ അല്ലെങ്കിൽ എഗൻസ്റ്റ് പെർഫോമൻസോ എന്നുള്ള രീതിയിൽ ഈ ക്രൈസിസ് പീരീഡിലേക്ക് മാറ്റുന്നു. എ പ്ലേയേഴ്സിന്റെ എന്താ? അവര് നല്ല കളിക്കാരാണ്, അവര് നല്ല പോലെ നമ്മുടെ കൂടെ നിൽക്കുന്നവരാണ്, കഴിവുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവരെ വലുതായിട്ട് നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നില്ല. അതുകൊണ്ട് 60-70% നമ്മൾ അവർക്ക് ബേസ് തന്നെ കൊടുക്കും. പക്ഷെ ബി പ്ലേയേഴ്സിലേക്ക് വരുമ്പോൾ നമ്മൾ 50% ബേസ് പ്ലസ് 50% അഗൻസ്റ്റ് പെർഫോമൻസ് എന്നുള്ള രീതിയിലേക്ക് മാറ്റുന്നു. എന്നിട്ട് ഇവരെ മൾട്ടിപ്പിൾ റോളിലേക്ക് മാറ്റുകയാണ് ആര്? ബി പ്ലേയേഴ്സിനെ. കാരണം സി പ്ലേയേഴ്സിനെ നമ്മൾ ലോങ് ലീവ് കൊടുത്ത് വിടാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ബേസ് സാലറി 0-30%, 30%, അതിൻ്റെ അപ്പുറത്തോട്ടില്ല. എന്നിട്ട് അവർക്ക് ആ ജീവിച്ചു പോകാനുള്ള പൈസ മാത്രം കൊടുക്കുന്നു. അപ്പൊ എന്തായി? 10 ലക്ഷം രൂപ എന്ന എക്സ്പെൻസ് നേരെ 5 ലക്ഷത്തിലേക്ക് മാറി. 5 ലക്ഷത്തിലേക്ക് മാറുമ്പോൾ ഉള്ള ഗുണം എന്താ? ഓൾറെഡി ഇവിടെ 30 ലക്ഷം ഉണ്ട്, എക്സ്പെൻസ് 5 ലക്ഷമായിട്ട് കുറഞ്ഞത് കൊണ്ട് തന്നെ ഇത് 3 മാസത്തെ റിസർവ് ഫണ്ട് മാറ്റി വെച്ചതിനെ നമ്മൾ 6 മാസത്തേക്ക് ഓടിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റി. അപ്പോൾ ഈ സാധനം കയ്യിലുണ്ടെങ്കിൽ ക്രൈസിസ് സമയത്ത് നമുക്ക് പല രീതിയിൽ നമുക്കതിനെ റീവർക്ക് ചെയ്യാം. ഒരു ഡീപ്പ് ക്വസ്റ്റ്യൻ. ഈ ഒരു പ്രതിസന്ധി വന്നപ്പോ നമുക്ക് മനസ്സിലായിട്ടുണ്ട് നമ്മൾ ഒഴിവാക്കി നിർത്തുന്ന സത്യമെന്ത് എന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 7 എഴുതിക്കോ. വാട്ട് ട്രൂത്ത് ഐ ഹാവ് ബീൻ അവോയ്ഡിങ്? വാട്ട് ട്രൂത്ത് ഐ ഹാവ് ബീൻ അവോയ്ഡിങ്? ഞാൻ ഒഴിവാക്കി നിർത്തിയിരുന്ന ആ സത്യം എന്താണ്? വാട്ട് ട്രൂത്ത്? ഞാൻ മറച്ചു വെച്ചിരുന്ന, ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കാത്ത, അല്ലെങ്കിൽ ഞാൻ ബോധപൂർവം അറ്റൻഡ് ചെയ്യാത്ത ആ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ആ ട്രൂത്ത് എന്തായിരുന്നു? യൂഷ്വലി ഇതിന്റെ ഉത്തരം വരുന്നത് ഒന്ന്, ഐ നീഡ് ടു റൈസ് മൈ പ്രൈസ്, എന്റെ വില കൂട്ടി വിറ്റേ പറ്റൂ എന്നുള്ളതായിരിക്കാം. ചിലപ്പോ ഐ നീഡ് ടു കട്ട് മൈ കോസ്റ്റ്, എന്റെ ചെലവ് ചുരുക്കണം എന്നുള്ളതായിരിക്കാം. ഐ നീഡ് ടു ഫയർ സംവൺ, കുറച്ചു പേരെ ഞാൻ കളയണം, ഫയർ ചെയ്യണം എന്നുള്ളതായിരിക്കാം. ഐ നീഡ് ടു സ്റ്റോപ്പ് ടേക്കിംഗ് ബാഡ് ക്ലയൻസ്, ആവശ്യമില്ലാത്ത കസ്റ്റമേഴ്സിനെ ഒഴിവാക്കണം എന്നുള്ളതായിരിക്കാം. ഐ നീഡ് ടു ഇംപ്രൂവ് മൈ കളക്ഷൻസ്,
ഞാൻ എൻ്റെ കളക്ഷൻസിൽ കൂടുതൽ ശ്രദ്ധിക്കണം എന്നുള്ളതായിരിക്കാം. ഞാൻ റവന്യൂവിന്റെ പിന്നാലെ അല്ല, കളക്ഷന്റെ പിന്നാലെയാണ് പോകേണ്ടത് എന്ന സത്യം നമ്മളിപ്പോ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവാം. അതുമല്ലെങ്കിൽ കടം കൊടുത്തുള്ള പരിപാടി വേണ്ട എന്നുള്ളതാവാം. എന്താണ് നിങ്ങൾ തിരിച്ചറിഞ്ഞ ആ സത്യം? അത് ഏത് കാര്യമാണ് നിങ്ങൾ തിരുത്താൻ തയ്യാറാവുന്നത്? നിങ്ങളുടെ വില കൂട്ടണം എന്നുള്ളതാണോ? നിങ്ങളുടെ ചെലവ് ചുരുക്കണം എന്നുള്ളതാണോ? നിങ്ങളുടെ സ്റ്റാഫിൽ ചിലരെയെങ്കിലും മാറ്റണം എന്നുള്ളതാണോ? അതോ ആവശ്യമില്ലാത്ത ബാഡ് ക്ലയൻസിനെ ഒഴിവാക്കണം എന്നുള്ളതാണോ? അതോ നിങ്ങളുടെ കളക്ഷൻസ് ഇംപ്രൂവ് ചെയ്യണം എന്നുള്ളതാണോ? നിങ്ങളുടെ ബ്രെയിൻ ഈ റവന്യൂ 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 എന്നുള്ളതിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് പ്രോഫിറ്റിലേക്കും ക്യാഷിലേക്കും അപ്ഫ്രണ്ട് പേയ്മെന്റിലേക്കും അതിനെ എത്തിക്കണം എന്നുള്ളതാണോ? ഇതിലേതാണ് നിങ്ങൾ തിരിച്ചറിഞ്ഞ, നിങ്ങൾ ഇതുവരെ അംഗീകരിക്കാത്ത, നിങ്ങൾക്കറിയാം അതാണ് സത്യമെന്ന്, എന്നിട്ടും നിങ്ങൾ മൂടി വെക്കുന്ന ആ സത്യം എന്താണ്? ഓരോ ക്രൈസിസും നമുക്ക് തരുന്നത് ക്ലാരിറ്റിയാണ്, വ്യക്തത. ആൻഡ് ക്ലാരിറ്റി ഈസ് ക്യാഷ്. ആ വ്യക്തതയാണ് നമുക്ക് എൻക്യാഷ് ചെയ്യാൻ പറ്റുന്നത്. സോ റിയാലിറ്റി, കറന്റ് റിയാലിറ്റി തിരിച്ചറിയുക എന്നുള്ളതാണ്.